കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ദാസനും കുടുംബവും ചർച്ചിലുള്ള എല്ലാവരും ഓർത്ത് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും നിങ്ങളുടെ നടുവിൽ ഞങ്ങൾക്കായിരിക്കാൻ കർത്താവ് ഒരുക്കിയതിനായിട്ട് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഈ സമയം നൽകിയത് ഓർത്തുകൊണ്ട് കർത്താവിന് നമ്മൾ നന്ദി പറയാം. ഹല്ലേലൂയ. അവൻ്റെ ഉപകാരങ്ങൾ മറക്കാതെ, കർത്താവിൻ്റെ നന്മകൾ മറക്കാതെ ശ്രേഷ്ഠമേറിയ ഈ പദവി തന്ന് നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാവരും നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവിനെ മഹത്വം കൊടുത്തുകൊണ്ട്, സ്തുതി അർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നമ്മളെ വീണ്ടെടുത്ത നല്ല കർത്താവിനെ, ഹല്ലേലൂയ, ഈ സമയം നമ്മളായിരിക്കുന്നത് വെറുതെ ആയി പോകാതെ, ഹല്ലേലൂയ, ടൈം പാഴായി പോകാതെ, ഹല്ലേലൂയ, അമ്മ കർത്താവിൻ്റെ അടുത്തേക്കൊന്ന് വന്നാട്ട്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ, നമ്മുടെ കൂടി വരവ് നമ്മുടെ ജീവിതത്തിൽ വെറുതെ ആയി പോകാതെ, ഹല്ലേലൂയ, ചിലത് പ്രാപിച്ചെടുക്കുവാൻ, ചില നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ, ചില അനുഗ്രഹങ്ങൾ, കർത്താവിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചെടുക്കുവാൻ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനായ കർത്താവിന്, ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിന്, സർവമഹത്വത്തിനും പുകഴ്ചയ്ക്കും മാനത്തിനും യോഗ്യനായവന്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ. എല്ലാ ഭവനങ്ങളിന്മേലും കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, യുവർ പ്രസൻസ്. അങ്ങയുടെ സാന്നിധ്യം ഒരു ഭവനത്തിനകത്തേക്ക് ഇറങ്ങട്ടെ കർത്താവേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാം ഒട്ടും മാറും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും ചേർന്ന് പാടാമോ? എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രം, സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. ചേർന്ന് എല്ലാം മുട്ടും മടങ്ങും, എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ശബ്ദത്തോടെ ഭവനത്തിനകത്ത് എല്ലാം മുട്ടും പാടും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കർത്തൻ നീ, കർത്തൻ നീ, കർത്തൻ നീ. ഓ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ,
എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ കുഞ്ഞാടേ അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. ചേർന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. every knee shall, every tongue confess that Jesus, hallelujah, oh, every knee shall, every knee shall, every tongue confess that Jesus Christ is Lord. He's Lord. He's Lord. He's Lord. He has risen from the dead, and He's Lord. Every knee shall, hallelujah, every tongue confess that Jesus Christ is Lord. Every knee shall, every tongue confess that Jesus Christ is Lord. Every knee shall, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടുകളും മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടി യേശു മാത്രം. ആ മുട്ടുകൾ മടങ്ങുന്ന നാമത്തെ ഉയർത്തി സകല നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ. കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. ഒന്ന് ചേർന്ന് പാടാമോ? എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവേ. അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല. അങ്ങെപ്പോലെ ആരാധനയ്ക്ക് യോഗ്യൻ വേറെ ആരുമില്ല. യേശുവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം വ്യാപരിക്കട്ടെ കർത്താവേ, അങ്ങയുടെ മഹത്വം വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങ് ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്ന കർത്താവേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സ്വർഗീയ അനുഗ്രഹത്താൽ മഴ പെയ്യുന്നത് പോലെ ഹല്ലേലൂയ അങ്ങനെ സാന്നിധ്യം ഹല്ലേലൂയ പെയ്തിറങ്ങണമേ. ഓരോ ഭവനത്തിനകത്തേക്ക് ഹല്ലേലൂയ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ് അങ്ങയുടെ അനുഗ്രഹത്തിന് മാറി ഈ സമയം പെയ്തിറങ്ങണമേ കർത്താവേ. ഞങ്ങളെ തന്നെ പണിതെടുക്കുവാൻ കുശവന്റെ കയ്യിൽ ആ കളിമണ്ണ പോലെ ഞങ്ങളെ തരുന്ന നാഥനെ ഹല്ലേലൂയ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങനെ മഹത്വം ഉയർത്തുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus, thank you Jesus, thank you Jesus. സുന്ദരനാം മനോഹര അങ്ങേ പിരിവി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതിമാണിക്ക് വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര അങ്ങേ പിരിവി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതിമാണിക്ക് വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതിമാണിക്ക് വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ സുന്ദരന ആരെയും ഞാനുലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ചേർന്ന് പാടാമോ? എൻ പ്രിയനെ സുന്ദര ആരെയും ഞാനുലകിൽ കാണുന്നില്ല, മേലാലും കാണുക. സുന്ദരനാം ചേർന്ന് സുന്ദരനാം മനോഹര അങ്ങേ പിരിവി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാർ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതിമാണിക്ക് വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതിമാണിക്ക് വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കും പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടും. ഓ പ്രേമമെന്നിൽ ഹല്ലേലൂയ പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചി. ശബ്ദത്തോടെ സുന്ദരനാം മനോഹര അങ്ങേ പിരിവി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാർ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതിമാണിക്ക് വെടിയുകില്ല. സുന്ദരനാ സുന്ദരനാ അങ്ങേ പിരിവി ലോകയാത്ര സുന്ദരനാം മനോഹര അങ്ങേ പിരിവി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാർ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതിമാണിക്ക് വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കരങ്ങളെ അടിച്ച് പാടി കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സുന്ദരനാ മനോഹര അങ്ങെ പിരിഞ്ഞ് ഈ ലോകയാത്ര ഹല്ലേലൂയ അങ്ങെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവേ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന കർത്താവേ അങ്ങയോട് ചേരുവാൻ നാളുകൾ
ഒരു ദൈവവന്യ ജീവിതം കർത്താവിൻ്റെ വരവാണ്, കർത്താവിൻ്റെ കൂടെയുള്ള വാസമാണ്. ഈ ലോകത്തിൽ കഷ്ടങ്ങൾ കാണും, ദുരിതങ്ങൾ കാണും, നിരാശകൾ കാണും, ഭാരങ്ങൾ കാണും. എന്നാൽ നമ്മുടെ നിത്യത അങ്ങയുടെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കുന്നതാണ്. കർത്താവിനോട് കൂടെ ഒരുമിച്ചായിരിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ഹല്ലേലൂയ. ആ പ്രത്യാശ ഓർത്ത് ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ, പ്രതാപങ്ങൾ എന്നെ മാടി വിളിച്ചാലും ഹല്ലേലൂയ, അതിനകത്തേക്ക് പോകാതെ, അതിൻ്റെ ഉള്ളിലായി തീരാതെ കർത്താവിനോടുള്ള സ്നേഹമോർത്ത് ഹല്ലേലൂയ, നിത്യതയോർത്ത് കർത്താവേ, അങ്ങ് വിട്ടിനിയും എൻ്റെ ജീവിതത്തിൽ വേറെ എങ്ങും എനിക്ക് പോകുവാൻ കഴിയില്ല. അങ്ങയുടെ ചുറ്റളവിലാണ്, അങ്ങയുടെ വലയിലാണ് ഞാൻ ആയിരിക്കുന്നത് ഹല്ലേലൂയ എന്നുള്ള ആ ആഗ്രഹത്തോടെ, പ്രാഗൽഭ്യത്തോടെ ആ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങേപ്പോൾ സുന്ദരനായിട്ട് വേറെ ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മേലാലും കാണുകയില്ല. എൻ്റെ യേശു 10,000ങ്ങളിൽ സുന്ദരനാണ്. ആ യേശുവിൻ്റെ മുഖം കണ്ട് ഹല്ലേലൂയ ആ കരങ്ങളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി, ചേർന്ന് പാടി, ആ ദൈവസ്ഥാനത്ത് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കും. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി എല്ലാവരും ആമേൻ. Thank you, Jesus. Hallelujah. പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാനുല കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാനുല കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാമനോ അങ്ങേ പിരിഞ്ഞി പ്രാകൃതരം ചാരന്മാർ വാരിക്കുമോ മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ. സുന്ദരനാമനോ അങ്ങേ പിരിഞ്ഞി പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോ മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നു, പ്രിയനോട് ചേരും നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചു. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നു, പ്രിയനോട് ചേരും നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിരുന്നേ. സുന്ദരനാമനോഹര അങ്ങേ പേരി ലോകരം ചാരന്മാർ വരിക്കുമോ മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല. സുന്ദരനാ സുന്ദരനാ മനോഹര അങ്ങേ പിരിഞ്ഞി ലോകരം പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാർ ചുറ്റും പ്രിയനോടുള്ള അനുരാഗം കാവർന്നിടുകേ. ചുറ്റും നിന്നോരാ പ്രിയനോടുള്ള അനുരാഗം കാവർ. സുന്ദരനാ സുന്ദരനാ മനോഹര അങ്ങേ പിരിഞ്ഞി ലോകേ. ഹല്ലേലൂയ. യാസിയാദനാ വൈശാദനാദനാ. ആമേൻ. മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ. ലോക സുഖ സൗകര്യം ആകുന്ന പ്രതാപം ഓടിയോട് കൂടെ എന്നെ പാടി വിളിച്ച. ലോക സുഖ സൗകര്യം ആകുന്ന പ്രതാപം ഓടിയോട് കൂടെ എന്നെ പാടി വിളിച്ച. സുന്ദരനാ സുന്ദരനാ മനോഹര അങ്ങേ ഹല്ലേലൂയ. സുന്ദരൻ ചാരന്മാർ വാരിക്കുമോ മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വീഴുകയും ചെടികൾ സുഖങ്ങളെത്തി. ആമേൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വീഴുകയും ചെടികൾ സുഖങ്ങളെത്തി. സുന്ദര
സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവ്വ സുന്ദരം തന്നെ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദര മനോഹര ഓ ശാന്താനരം കമലം തരകന ഓ ശാന്താന മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര ചേർന്ന മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും കാണുന്നില്ല, മേലാലും ഞാൻ കാണും. സുന്ദരനാം സുന്ദരനാം മനോഹരൻ അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര ചാരന്മാരെ വാഴിക്കുമോ വത്സൻ. മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദര മനോഹര ഹല്ലേലൂയ ആമേൻ. മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. മണ്ണ് പ്രതി മാണിക്യം ചേർന്ന് സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര ഓ ശബ്ദാന ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഒരു ഭവനത്തിനകത്ത് കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ദൈവ മഹത്വം ഇറങ്ങട്ടെ. അങ്ങേ പിരിഞ്ഞിനി ഒരു ലോകയാത്രയില്ല കർത്താവ്. എന്റെ പ്രിയനെപ്പോൾ സുന്ദരനായിട്ട് വേറെ ആരുമില്ല. 10,000 ശ്രേഷ്ഠൻ, 10,000 ഉന്നത, സ്തുതികൾക്കും സ്തോത്രത്തിനും യോഗ്യൻ. കുഞ്ഞാടേ അങ്ങ് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യനേ. ഹല്ലേലൂയ ഓ ശബനബസിയാനന്ദ. താങ്ക് യു ജീസസ്. അക്കാരങ്ങളെ അടിച്ചൽപ്പനേരം കർത്താവിന് ആരാധന അർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. സർവമഹത്വത്തിനും പുകഴ്ചയ്ക്കും മാനത്തിനും യോഗ്യനേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. സർവാംഗ സുന്ദരനെ അങ്ങയ്ക്ക് മഹത്വം ഞങ്ങൾ കരേറ്റുകയാണ്. Hallelujah. Hallelujah. Thank you Jesus. Hallelujah. 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 Thank you Jesus. മാറാത്തവൻ, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ ഇനി ഈ സമയം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ മയങ്ങാത്ത കർത്താവ്, ഇസ്രായേലിന്റെ പരിപാലകൻ. ഹല്ലേലൂയ. മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ. ഹല്ലേലൂയ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണുകളെ ഉയർത്തി നോക്കിയാട്ടെ. ഹല്ലേലൂയ. കരുതുന്ന ദൈവം, മാറാത്ത ദൈവം, ഉന്നതമായ ദൈവം. ഹല്ലേലൂയ. ശക്തിയുള്ള ദൈവം ഈ സമയം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഈ മീറ്റിംഗിൽ കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മതി. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണമേ, അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണമേ. മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ഹല്ലേലൂയ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ.
പോറ്റുന്നവൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നു പരമാനന്ദം. പറഞ്ഞോട്ടെ, ഈ ദൈവം എന്റെ ദൈവം, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. മാറില്ലവൻ ശബ്ദത്തോടെ ഈ ദൈവത്തിന് എനിക്ക് മതി. ഹല്ലേലൂയ. എന്റെ താതൻ കരുതുന്ന ദൈവം, കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോൻ കൈവിടില്ലെന്നേ. ആത്മാവിൽ ഈ ദൈവം എന്റെ ദൈവം, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ഓ, ഈ ദൈവം എന്റെ ദൈവം, ഓ, ഈ താതൻ എന്റെ താതൻ. പോറ്റുന്നവൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നു പരമോന്നതൻ. പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നു. ഭാരപ്പെടണ്ട, ഈ ദൈവം എന്റെ ദൈവമാണ്, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ചേർന്ന് മാറില്ലവൻ മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ മാറില്ലവൻ. ഓ യേശുവേ, മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. മാറില്ലവൻ ശബ്ദത്തോടെ മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ
പലരും മാറിപ്പോയി. നല്ല യേശു മാറാതെ നമ്മുടെ കൂടെ ഇരുന്ന ആ നല്ല കർത്താവിന് ഒന്ന് നന്ദിയോടെ. ഓ മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, ഒന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഈ ദൈവം എന്റെ മാത്രം ദൈവം. നന്ദി കർത്താവേ. ഈ ദൈവം എന്റെ ദൈവം, എന്റെ താരൻ. ചേർന്ന് ഈ ദൈവം, ഈ ദൈവം എന്റെ ദൈവം, എല്ലാവരും ചേർന്ന് പാടിയാണ്. ഈ ദൈവം എന്റെ ദൈവമാണ്, ഈ ദൈവം എന്റെ ദൈവം, കരുതുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം, ശത്രുക്കൾ മുൻപാകെ യേശു ഇരിക്കുന്ന യേശു. ഈ ദൈവം, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ തൈലം എനിക്ക് വേണ്ടി ഒഴിച്ച് എന്നെ ശക്തീകരിക്കുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, ഈ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ, കരുണയുള്ളവൻ, കാക്കുന്നവൻ, പോറ്റുന്നവൻ, പുലർത്തുന്നവൻ ഈ ദൈവം എൻ്റെ ദൈവം. മയങ്ങാത്തവനെ, ഉറങ്ങാത്തവനെ, ആരും സഹായിച്ചില്ലേലും ആരും എൻ്റെ കൂടെ നിന്നില്ലേലും എൻ്റെ കർത്താവ് മാറാത്തവനായ ഒരു നല്ല യേശു നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഭാരപ്പെടേണ്ട, വ്യാകുലപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ശത്രുക്കൾ മുൻപാകെ നമുക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ഒരു നല്ല യേശുപ്പച്ചനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം, വീണ്ടും അനുഭവിക്കാം. ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കരം പിടിച്ച് നമ്മളെ വഴി നടത്തുന്ന ആ മാറാത്ത നല്ല കർത്താവ് ഈ ദൈവം എന്നും എൻ്റെ ദൈവം. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്ന കർത്താവേ, ഈ ദൈവം എന്നും എൻ്റെ ദൈവമാണ്. അന്ത്യം വരെ വഴി നടത്തുവാൻ ശക്തനായ, എന്നെ കരം പിടിച്ച് വഴി നടത്തുന്ന മാറാത്ത ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയാണ് കർത്താവേ. കർത്താവിൻ്റെ ദാസയും സഭയും ഈ സുമിൽ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് ദൈവം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസ് ജോ തോമസിനായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ കുടുംബമായി നീ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലഭിച്ച ഈ നല്ല അവസരത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങൾ വെറുതെ ആയി പോകാതെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ, ഹല്ലേലൂയ, അങ്ങോട് കൂടുതലായിട്ട് അടുക്കുവാൻ, അങ്ങയുടെ അടുത്തേക്കൊന്ന് വരുവാൻ, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയുടെ അകത്തേക്ക് അത് പ്രവേശിക്കുവാൻ, ഹല്ലേലൂയ, ആ മഹത്വത്തിൻ്റെ രാജാവ് ഞങ്ങൾ പ്രവേശിക്കട്ടെന്ന് ദൈവം പറയുന്നത് പോലെ ആ മഹത്വത്തിൻ്റെ രാജാവ് ഞങ്ങൾ ഉള്ളിൻ്റെ അകത്തേക്കൊന്ന് വരുന്നിറങ്ങുവാൻ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ചിന്തകളെല്ലാം ഹല്ലേലൂയ മനസ്സോടെ ആഗ്രഹത്തോടെ അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ വരികയാണ് കർത്താവേ. ലഭിച്ച നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവേ. എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. മഹത്വമാനമെല്ലാം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നൽകുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. കർത്താവിന്റെ ദാസൻ കുടുംബം നമ്മളെ ആരാധനയിലേക്ക് നയിച്ച പ്രിയ കൊച്ചുമോർച്ചാന്, സിസ്റ്റർ, മകന്, കുടുംബം അനുഗ്രഹീതമായ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നല്ല അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു വന്ന ആ വാക്യഭാഗത്തിന് തുടർമാനമായിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളോട് അറിയിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 and verse 11 അതായിരുന്നു നമ്മുടെ കുറിവാക്യം. അതൊരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു. I fear for you that somehow I have wasted my efforts on you. ഈ ഒരു വാക്യഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത്, Paul is writing to a church which he pioneered. It's not just one congregation. In chapter 1 and verse 2, ഗലാത്യയിലുള്ള സഭകൾക്ക് എന്ന് പറയുമ്പോൾ, he is afraid. He has just pioneered it in Acts chapter 13 and 14. In few months, ചില മാസങ്ങളായതേ ഉള്ളൂ, താൻ പറയുന്നത് എൻ്റെ അധ്വാനം, മൈ ലേബർ. ഇന്നലെ നമ്മൾ കണ്ടു ആ ലേബർ എന്നുള്ളതിന്റെ അർത്ഥം is not physical exertion alone. It's not about I bought a piece of land, I constructed a building and there are no people to sit inside. That's not the concern. The concern, the labor that Paul is talking about, my effort is about preaching, proclaiming the gospel. പല വാക്യങ്ങളിലൂടെ നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 13-14 അധ്യായങ്ങളിൽ കണ്ടു. Paul is afraid that all the labor that went into sharing the gospel will not yield fruit at the end. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. Paul's fear is not they may miss something that God has for them. അതല്ല. Paul's fear is they will miss everything that God has called them to be. അങ്ങനെ ഒരു മുഴുവനായിട്ടുള്ള ഒരു നഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ നഷ്ടങ്ങൾ നമ്മുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ വരുമ്പോൾ നമുക്കത് എങ്ങനെ തോന്നും? ഒരല്പം ഇൻവെസ്റ്റ്മെന്റ് എവിടെയെങ്കിലും റിട്ടേൺ വരുത്താത്തപ്പോൾ. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നതും ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞതും പാപമോചനത്തെ കുറിച്ച് പറഞ്ഞതും ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞതും നിങ്ങൾ സ്നാനപ്പെട്ടതും നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് ഉൾപ്പെടെ. ചാപ്റ്റർ 3 അതാണ് പറയുന്നത്. ചാപ്റ്റർ 3 and verse 3, are you so foolish? After beginning by means of the spirit, are you now trying to finish by means of the flesh? എന്നിട്ട് 4-ാം വാക്യം, have you experienced so much in vain? ആത്മാവിനെ പ്രാപിച്ചുവെന്ന് അവകാശപ്പെടുന്നത് ഉൾപ്പെടെ, കൈയടിച്ചതും സ്പീക്കിംഗ് ഇൻ ടങ്സ്, everything would it be a vain? ഇതെല്ലാം വെറുതെ ആയി പോകുമോ? അതെന്താ അങ്ങനെ ഒരു ഡേഞ്ചർ? ഒരല്പം എന്തെങ്കിലും, കർത്താവ് കുറച്ചുകൂടി ഉപയോഗിച്ചേനെ ബ്രദറിനെ, യു ഷുഡ് ഹാവ് ബീൻ ലിറ്റിൽ മോർ സെൻസിറ്റീവ്, യു വിൽ നോട്ട് ഷെയർ മച്ച് റിവാർഡ്, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ 4:11 പറയുന്നത് റിവാർഡിന്റെ കാര്യമല്ല. 4:11 പറയുന്നത്, I fear that I have wasted my efforts, that everything, whatever happened in Galatia is not going to match what God has expected എന്ന് പറയുമ്പോ ആ ലോസ്റ്റ് എന്നുള്ള പദവും നമ്മൾ ചിന്തിച്ചു. വുഡ് എവറിത്തിങ് ബി ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ ഈ പദം 2 പ്രാവശ്യം കൂടി ഉപയോഗിച്ചിരിക്കുന്ന, ഒന്ന് ചാപ്റ്റർ 3:4 ചാപ്റ്റർ 2:21 ഇൻ ബോത്ത് ദീസ് പ്ലേസസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ബീയിങ് റൈറ്റ് വിത്ത് ഗോഡ്, റൈച്ചസ്നെസ് ഇന്റെ കാര്യമാണ്. Paul's fear is in chapter 5 and verse 4, ഇന്നലെ ചിന്തിച്ചതാ, എന്നാലും ഒരു പ്രാവശ്യം കൂടെ നോക്കണം, that you will fall from grace. കൃപയിൽ നിന്ന് വീണു പോകുമോ എന്ന ഭയം. ഭയം എന്നുള്ളത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടത്തില്ലയോ എന്നുള്ളതല്ല, കൃപയിൽ നിന്ന് വീണു പോകുമോ.
You're trying to be justified by the law, have been alienated from Christ, you have fallen away from grace എന്ന പദം ഇന്ന് ഇതിന് തുടർമാനമായി ചിന്തിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഇന്നലെ പറഞ്ഞു നിർത്തിയതിലേക്ക് വരികയാണ്. എന്താ the real issue എന്ന് ചോദിച്ചാൽ chapter 1 verse 6 പൗലോസ് പറയുന്നത്, I am astonished, ഞാൻ ആശ്ചര്യപ്പെടുന്നു, that you are so quickly deserting the one who called you to live in the grace of Christ and are turning to a different gospel. Different gospelിലേക്ക് തിരിയുന്നത് കൊണ്ടാ പറയുന്നത്, I am afraid that I have wasted my efforts on you. ഞാൻ ഇന്ന് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ വർഷങ്ങളായിട്ട് ദൈവഭാഗത്ത് വന്നവരോട് ശുശ്രൂഷിക്കുന്നു എന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ തന്നെ ഈ വാക്യങ്ങളുടെ അതിൻ്റെ എത്രമാത്രം ഇമ്പാക്ട് ഒരു അല്പം പോലും കുറയാതെ നിങ്ങളിലേക്ക്, ചിലപ്പോൾ 30 years ആയിട്ടും 40 years ആയിട്ടും വേർപെട്ട ഒരു സഭയിലാണെങ്കിൽ പോലും, പൗലോസിനാൽ സ്ഥാപിതമായ ഒരു സഭയ്ക്ക് ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിൽ ആത്മനിറവുള്ള ഒരു സഭയ്ക്ക് ഇങ്ങനെ ഒരു ഡേഞ്ചർ ഉണ്ടായിരുന്നെങ്കിൽ, there is no harm in this fasting prayer this night to listen to this again. Will it happen to us? മറ്റൊരു സുവിശേഷം മനസ്സിലാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. What is the real gospel? If we don't understand the real gospel, we can never recognize that a person is turning to another gospel. What's the real gospel? In 1 Peter 4:17 ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സുവിശേഷം, gospel of God. It's not gospel of man. മനുഷ്യന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന, മനുഷ്യന്റെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന്റെ മാർഗമല്ല gospel. Good news is not about what man will get, what man can become. It's gospel of God. The origin is in God. It's about God becoming Lord of our lives. It's God making a way for our salvation. It's God-centered. It's not man-centered. മർക്കോസിന്റെ സുവിശേഷം 1:1 ക്രിസ്തുവിന്റെ സുവിശേഷം, the moment we turn it to a man-centered, oh, I am going to get something, I am going to get a bigger house, I am going to get a faster car, then it is another gospel. It's turning to another gospel. It has to be God-centered. What God is accomplishing by having me on his side. It's all about his glory, not my comfort. Ephesians 1:13 സുവിശേഷത്തെ കുറിച്ച് പറയുന്നത് രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമാണിത്. This is about, gospel is about salvation, not about a comfortable life. Another gospel എന്ന് പറയുമ്പോൾ you are missing the God element, you are missing the salvation as the primary focus of the gospel. Ephesians 6:15 പറയുന്നത് സമാധാന സുവിശേഷം, gospel of peace, I being reconciled with God. That's the essence of the gospel. Gospel is about I am having a right standing with God by the sacrificial substitutionary death of Jesus. Acts 20:24 പറയുന്നത് ദൈവകൃപയുടെ സുവിശേഷമാണ്. എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിന്റെ ക്രോധം എൻ്റെ മേൽ നിന്നിരുന്നു, നരകത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ഞാൻ. I was a son of disobedience. Now grace is lavished on me so that son of disobedience becomes son of God. The one who was doomed to go to hell becomes a part of the kingdom, enjoying the privileges of children of God. This is about a spiritual reality. ഞാൻ പറയുന്നതിന്റെ എല്ലാ ആകത്തുക ഇതാ, ഇറ്റ്സ് അബൌട്ട് എ സ്പിരിച്വൽ തിങ്. ഗോസ്പൽ അറ്റ് ദ ബെസ്റ്റ് ഇസ് അബൌട്ട് എ ഗുഡ് ഫ്യൂച്ചർ, നോട്ട് അബൌട്ട് എ വണ്ടർഫുൾ പ്രസന്റ് ഇൻ മെറ്റീരിയൽ വേൾഡ്. 1 Corinthians 15:3 സുവിശേഷത്തിന്റെ ഏറ്റവും ക്രിസ്പായ ഡെഫിനിഷൻ അവിടെ കാണുന്നത്. വാട്ട് ഈസ് ഗോസ്പൽ? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. Gospel is about my sins being forgiven. It is grace being lavished on me. It's about God. It's about
Christ. It's about salvation. It's about reconciliation. ഈ സുവിശേഷത്തെക്കുറിച്ച് റോമൻസ് 1:16 പൗലോസ് പറയും, ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദിസ് ഗോസ്പൽ. ക്രൂശിതനായ യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് പറയുന്നതിൽ ഐ എം നോട്ട് അഫ്രൈഡ്. ഇറ്റ്സ് അബൌട്ട് മൈ സ്പിരിച്വൽ സ്റ്റാൻഡിങ് വിത്ത് ദ ലോർഡ്. ഐ എം നോട്ട് അഫ്രൈഡ്. ഇതിനെക്കുറിച്ച് വാസ്തവത്തിൽ ഗോസ്പലിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, കൊലോഷ്യൻസ് 1:3 പറയുന്നത്, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ, ദ ഹോപ്പ് വിച്ച് കംസ് ഫോർത്ത് ഫ്രം ദ ഗോസ്പൽ. ഗോസ്പലിൽ വിശ്വസിക്കുന്ന ആൾക്ക് എന്തോ കിട്ടി? രോഗമില്ലാത്ത ശരീരമല്ല കിട്ടിയത്, റൈറ്റ് സ്റ്റാൻഡിങ് കിട്ടി. ഗോസ്പലിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് കിട്ടി? മരിക്കത്തില്ല എന്നുള്ളതല്ല സദ്വർത്തമാനം, യു വിൽ ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ. ഗോസ്പലിലൂടെ ഒരു വലിയ പ്രത്യാശ, മർത്യമായ എന്റെ ശരീരം അമർത്യതയെ ധരിക്കും. ഞാൻ മരിച്ചു പോയാലും കർത്താവിന്റെ വരവിങ്കൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ദാറ്റ് ഈസ് ഗോസ്പൽ. But there is a superficial evangelism, my dear friends. Not now. It started way back in the first century in Galatia. What is the superficial evangelism? There is a preacher or a pastor or a tele-evangelist go up and ask, are you happy? Are you worried? Do you want this or that? It starts there. It's about getting people motivated. And it goes on to say, God has a wonderful plan for your life. What is that plan? More than what you can think or imagine. Christ has a plan. It's about self-boosting. Then they would ask audience to confess, I am a victor, not a victim. I am a head, not the tail. Jesus bled and died so that I can claim the promise of financial prosperity. This is the popular gospel that is going around these days. It was there in Galatia. Paul was afraid. Oh, I wasted all my efforts. Would my congregation think Jesus came to give me a wonderful life now? Would my congregation slip from the grace and turn to a mechanistic, legalistic form of godliness, where they do 2-3 things, where they give some money, where they come and pray, but the ultimate goal they will have is, Lord, give me a wonderful life. Will it become like that? When you look at this letter, Galatians letter, why Jesus came, what is the power of the cross? In 1:4, that is to rescue us from the present evil age. In 2:21, it is to bring righteousness. It's all spiritual reality. Rescuing us from the present evil age. It's to bring righteousness. In chapter 3:13, it removes the curse of the law. The question is not, are you happy? The question is not, are you head, tail? No. The question is, oh, you were under damnation, curse of the law. Now it's removed. And in chapter 4, verse 3-4, it redeems from the elements of the world and the power of the law. It's all a spiritual freedom that we are talking about. In chapter 5, verse 1 and 2, it's for freedom that Christ has set us free. Freedom from what? Freedom from sin. Freedom from the power of the law, meaning there is no ounce of life in me to live the godly life. Christ has set us free by the power of God, Holy Spirit, so that I can live a life worthy of the calling that I have received. ഈ ഒരു പേടിയുണ്ടല്ലോ ഇവിടെ പറയുന്ന in chapter 4:11, I fear for you. This was exactly the same fear he had in 2 Corinthians 11:3. A wholesome deception. പലപ്പോഴും എന്നെ പേടിപ്പിക്കുന്നതും നിങ്ങളെ പേടിപ്പിക്കുന്നതും നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്തിലെ കാര്യമാണ്. അതിനുള്ള സാധ്യതയാ കൂടുതൽ. Will I lose my job this year? Or would it be something difficult for my children? In 2 Corinthians 11:3, oh, I am afraid. Why are you afraid, Paul? Just as Eve was deceived by the serpent's cunning, your minds may somehow be led astray from your sincere and pure devotion to Christ. In Galatians 4:11, it's the same fear. Oh, I am afraid that I wasted my effort.
wasted my effort in proclaiming the gospel about salvation, about a rescue operation, about redemption. Would all that be wasted when you have a different mindset of following Christ? Now let's get to the crux of what we are talking about. ഇന്നലെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, chapter 4 verse 9 and 10. Why is Paul afraid? Another gospelil പിടിക്കപ്പെട്ടവർ എങ്ങനെയായി തീരും? അവർ പിന്നെയും 4:9. Do you wish to turn back? How is it that you are turning back? That's a word used for conversion. Told you yesterday. ദൈവത്തിങ്കലേക്ക് ഒരാൾ തിരിയുന്നതിന്, ഫോർ എക്സാമ്പിൾ in Acts 3:19, this is the same word used. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിങ്കലേക്ക് ഒരാൾ തിരിയുന്നത് പോലെ രക്ഷിക്കപ്പെട്ട ആത്മനിറവുള്ള ഗലാത്യയിലുള്ള സഭകൾ, അവിടെ വിശ്വാസികൾ, they are converting back. Converting back to what? Converting back to weak and miserable forces. Underline and think about that word. Spiritual deception എന്ന് പറയുന്നത് സ്നാനപ്പെടാതിരിക്കുന്നതല്ല. Spiritual deception എന്ന് പറയുന്നത് when everybody is worshipping, somebody is folding his arms and sitting as though nothing is happening, and people look at him, hey brother, why are you here? It seems you are not connected with God. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. This is about a person who is clapping, who is lifting his hands and praising, playing instruments, but he has turned back. His mind has turned back. He's in the church. He is praying, fasting, doing everything. To weak and miserable forces, meaning it's explained in the next verse, verse 10. You are observing special days, months, seasons, and years. What is it talking about? It's talking about coming up with a convenient Christianity, not a costly Christianity, a convenient spiritual endeavor, where a person think, yeah, what God expects me to do is attend Sunday services. When I can, I attend fasting prayer. Whatever I can, I will give. Whenever it is possible, I will join a mission trip. A convenient Christianity, where it's all about following certain rules and regulations, not giving ourselves fully. ഈ 4:9-10 പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, it will hold a person from becoming like Christ, thinking that he is following Christ when he is stopping with certain rules. It will create a sense of false security. Adha prashnam. Sense of false security in the sense, oh, I am giving tithe. Oh, I am getting up in the morning and praying. I never miss any Sunday. It creates a sense of righteousness. I am on the right. I am on the right. പക്ഷെ പൗലോസ് പറയുന്നത്, the call is not just to pat our own shoulders and say, I think I am doing well. The call is in 4:19, Christ has to be formed in us. Anything short of that is, we are undermining the power of the gospel. We are undermining the work of the Holy Spirit. We are overlooking the call of Christ. Anything short of becoming like Christ in our attitude, in our ambition, in the passion that we carry is a big miss. മുമ്പോട്ട് പോകുമ്പോ പൗലോസിന്റെ why he is afraid, they are turning back to another gospel, meaning a gospel which is very comfortable, a gospel which doesn't cost us much. Chapter 5:2 പറയുന്നത്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ, ആ ദിവസത്തിനും സീസൺ, ഡേയ്സ്, മന്ത്സ്, ഇതിനെ ഫോളോ ചെയ്യുന്നതിന്റെ ഒരു എക്സ്റ്റേണൽ സൈൻ ആണ് taking on circumcision, another ritualistic religious life. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. The problem here is, oh, you're missing Christ.
in all of your spiritual life. 5:4 പറയുന്നത് ക്രിസ്തുവിനോട് നിങ്ങൾ വേർപെട്ടു പോയി. My dear people of God, young brothers and sisters, older brothers and sisters, spiritual life is all about Christ. Fixing our eyes on Christ, becoming like Him. 2 Corinthians 11:3 പറയുന്നത്, I am afraid that your sincere devotion will go from Christ. If Christ is replaced by fasting, then we are missing something. If Christ is replaced by I am reading Bible without having a relationship with Jesus, is it possible? Yes, of course. In the Gospel of John chapter 5 verse 39 and 40, there are a group of people represented there in Jesus's message. He says, you are diligently studying scriptures, but you have no relationship with me. It's possible to read by heart scriptures without having a relationship with Jesus. It's possible to fast and pray without having Jesus as the core person transforming our lives. കുറച്ചുകൂടെ നോക്കുമ്പോ എന്തോ അപ്പൊ സാൽവേഷൻ ചെയ്യേണ്ടത്? I explained to you the real gospel is about righteousness and a future hope. At the best, it's about that. ഇവിടെ പൗലോസ് പറയുന്നത് എക്സ്റ്റേണൽ കൺവീനിയന്റ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരിയുന്നവരോട് പറയുന്നത്, ലുക്ക് അറ്റ് 2 verses 5, 6 and 6:15. Very, very important 2 verses in this whole letter. 5:6 ഇങ്ങനെയാ പറയുന്നത്, for in Christ Jesus neither circumcision nor uncircumcision has any value. You do this external mark to belong to Judaism, those things doesn't matter. Then what is the thing that matters? Look at the next sentence. The only thing that counts. If you are okay, underline and think about it. The only thing that counts. നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു, സ്നാനപ്പെട്ടെന്ന് പറയുന്നു. The only thing that counts is faith expressing itself through love. കാരണം അതാണ് ക്രിസ്തുവിന്റെ സ്വഭാവം. Christ was full of love, not for himself, for us. On the cross, he was thinking about us, a generous, sacrificial, selfless love. What counts in discipleship is just one thing. It's not about an external mark. It's not about color of shirt. It's about faith expressing itself through love. The mark of belonging to the family of God. The mark of somebody saying, oh, I experienced salvation is, I have unconditional love. Look at 6:15, where he re-stressed the same point. In 6:15, there it says, neither circumcision nor uncircumcision means anything. What counts is the new creation. We cannot reduce spirituality to mere 2-3 habits, spiritual discipline. No, it's about a new creation. Inside out, motives changing, desires changing, ambitions changing, where our heartbeat, we breathe for more of God, we breathe for more souls, we breathe for God's glory. No one desire of, oh, I want to be something. No, a new creation from inside out. Other gospel എന്ന് പറഞ്ഞാൽ, there is no unconditional love. There is no new creation. Other gospel has certain rules. It appears as wisdom, it appears as spirituality, but it falls short of Christ. It falls short of unconditional love. It falls short of new creation. The whole discussion in Galatia is about an external mark. Circumcision, uncircumcision. We want to follow this road. We want to be spiritual by observing certain rules, by taking on circumcision. Friends, dear brothers and sisters,
That's when Paul is coming up with something radical. Even this early morning, when I was getting up here and meditating on this, it challenged me even this morning. You know what Paul is saying? What impact gospel had in his life? 6 verse 17. Chapter 6:17 says, "From now on, let no one cause me trouble, for I bear on my body the marks of Jesus." Not the marks of circumcision, not the marks of I belong to this denomination, I belong to this church externally. No, I bear on my body the marks of Jesus, meaning this word means carry. I carry on my body. This is the same word used in Luke 14:27. Carry the cross daily. This is the word in John 19:17. Jesus carried the cross. For Paul, spirituality was not a convenient spirituality. It was carrying the marks of Jesus, meaning scars of suffering on his body. The question is this: we have accepted Christ, we have taken water baptism. How many of us would be able to say, "Oh, like Paul, for me, I haven't reduced the grace of God to certain rules and regulations. For me, it's not just about tithe. For me, it's not just about going to the church. It's much more than that. I am carrying on my body the marks of Christ, the sufferings of Christ, the sacrifices I made because of the impact of gospel on my life." Anything short of that is we are making other marks. Oh, I belong to this church. I belong to this because I do this. The mark of Christ, it's mark of Christ versus other marks, convenient marks. For Paul, oh, I wasted my effort because the mark of Christ, Christ likeness, and the sacrificial lifestyle expected of a believer. Think about it, my friends. There is something called Aleximenos graffito. It's coming from the 2nd century, 3rd century period, where it is an inscription. ചുവരിലുള്ള ഒരു എഴുത്തും ഒരു വരയുമാണ്. ആ ചുവരിലുള്ള എഴുത്ത് ഇങ്ങനെയാണ്. There is a picture. I'll explain that picture. Bottom of the picture, it's written, "Aleximenos worships his God." If you Google it, you would see it. Picture എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, picture is that of body of a human being, head of a donkey, a person standing, body of a human being, head of a donkey, but Aleximenos, person bows down and worship. It's a mockery made out of Christianity. You people, you're worshipping a God like this. ജീസസിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ളൊരു പിക്ചറാണ് Aleximenos worship his God, meaning head of a donkey, body of a human being. This is nonsense. Worshipping Christ is nonsense according to the Roman people, wise people then. ഇങ്ങനെയാ ടാസിറ്റസ് എന്ന് പറഞ്ഞൊരു റോമൻ ഹിസ്റ്റോറിയൻ പറഞ്ഞത്. Christians are followers of a detestable superstition. They are making something out of this crucified Messiah. They are saying they are saved by worshipping this crucified. What nonsense is it? It's detestable superstition. There is somebody by the name Pliny. He's a Roman governor, a very famous person in the 1st century. He says, believe, the Christians' belief is depraved, is excessive superstition. This is the context wherein Paul says, I bear on my body the marks of Jesus. And then in 6:14 he says, I never boast except in the cross of our Lord Jesus Christ. Cross
had such a beautiful appeal on his eyeballs. The world is saying, this is superstition. This is depraved human beings going after this God. Paul, and we are supposed to look at cross and see the display of God's glory. There is nowhere, the display of God's glory is nowhere greater than at the cross of Christ, where you see the attributes of God. You look at the cross, you see his love, his mercy, his grace, his wisdom, his power, his justice, his patience radiating from the cross. A person who look at the cross cannot live for himself. If a person has come to the saving knowledge of Christ by looking at the real cross, he cannot walk back and say, nothing happened. Yeah, thank you for the cross, but I have nothing to do with it. No, it's on the cross we see the beauty. It's on the cross. Oh, that is why that famous hymn which we all sing, I cherish the old rugged cross. And how does that hymn writer portrays cross? Oh, that old rugged cross, so despised by the world, has a wondrous attraction for me. My dear people of God, is it having a wondrous attraction to you? Wherein we will pause and say, oh, I want to be like this. The crucified Messiah on the cross, it's not a one-time event in history. I want to be there, living for others, selflessly, unconditionally loving humanity and society around me. In that old rugged cross, the hymn writer says, stained with blood so divine, a wondrous beauty I see. Do you see a wondrous beauty on the cross? Do we find fulfillment in our sacrificial, generous, Christ-like sharing? In a shame and honor culture, we are all part of a shame and honor culture where identity is created by community approval. We want people to look at us, oh, Monet, you're doing very well. Oh, brother, God has blessed you. It's all about, as people say, it's a mob mentality. We would like to live for that majority opinion, largely formed by external factors. Where you come from, what is the job you are doing, an identity which is developed on just like the world. But the cross of Christ demands. The cross of Christ demands not adoration, it demands identification. A person whom I deeply admire is A.W. Chaucer and his writings. If any of you know in your leisure time, if you could pick up the writings, I'm sure you will tremendously be blessed by that. This is his words. The cross of Christ demands from each of us identification. It is of no use to us unless we make the cross our own and enter into his death and resurrection. We have to enter into his death, live that story again. Cross, in nearly all Christian thought, the cross is not a tragedy to be avoided, but a terrifying path to resurrection. That's why Paul says, if you suffer with him today, you will reign with him forever. But the gospel which is preached today is no suffering. You come to Christ, you will have a comfortable life. That is another gospel. If we come to the real Christ, if we are filled with the real Holy Spirit, if we are looking at the real cross, then that cross demands, oh, be like me. The way that I am living and giving myself, the same imprint has to be seen in your life, making cross our own. Now here, this kind of a perspective is very, very important. Why?
Sometimes when believers are hit with sickness, a doctor's report, some of us will get a shock of how can God do it to me? I've been a great worshiper. I've been a very good believer. Taken baptism, I did not do any sin. I followed all the rules. But how can God do this to me? Shock. I don't know how many of you have read Galatians 4:13 onwards. It's a shock. You hardly hear a preaching or a meditation from that verse because it's very difficult to reflect on that. But I want you to look at it with all the backdrop that we had about what is gospel. It's about reconciliation. It's about being redeemed and having a good future. It's about not just admiring, making cross our own. Now you look at 4:13. Here it says, as you know, Paul is saying to Galatian believers, as you know, it was because of an illness that I first preached the gospel to you. If gospel is about sickness-free life, then how we will make sense of this verse? It is because of an illness that I preached the gospel to you. Meaning what? Because of an illness? I'm sure they're also in different states. Some people move from one state to another state depending on climate. Here, some people leave Bangalore from December to Jan, go to Kerala because of the winter here. Summer in Kerala, March, April, they would come to Bangalore, have a better weather. What is Paul saying here? It's because of an illness that I first came. When you look at godly men reflecting on this over the centuries in church history, so many guesses, speculations are there. What is Paul saying? What illness is he talking about? Some people say it is epilepsy, malaria, poor eyesight, possible, because in the next verse 14, 15, you would have plucked your eye and given to me. You did not treat me with contempt or scorn. In verse 15, I can testify, if you could have done so, you would have torn out your eyes and given them to me. Maybe something to do with eyes, but definitely some kind of illness. How did Paul respond to it? That's the thing. If gospel is about a comfortable life, how he will speak the gospel? How would people come to the saving knowledge of Christ? This is a cross-like situation. There is no beauty on the cross. Just like that, there is no beauty when you look at the messenger. Messenger is weak. Some kind of illness. You see the story in Acts 13 and 14, where Paul was in Perga, a place called Perga in 13-14. From Perga, they went on to Pisidian Antioch. That is 3,600 feet above the sea level. People who study that geographies, they say, no way, no way. You want to go to Pisidian Antioch from Perga? Why would you go? That's the situation reflected in Galatians 4:13 onwards. It's because of an illness that I left that valley, Perga. I climbed the mountain. I came to you. Messenger was weak. Messenger was not glamorous, just like cross. Only with people with a new sight will look at cross and say, wow, this is beautiful. I see strength. I see power on cross. Looking at Paul, you sharing gospel, you an apostle. But there was this Holy Spirit working when he spoke. That's why in Corinthian letter he says, my words were not just words. It came with power, not personality, not because of the affluence or health and wealth that preacher had,
That's not what we highlight. That's not what we are supposed to highlight from the pulpit. Oh, I got this, I got that. Come to Christ and you will get this. That's another gospel. Come to Christ and you will get forgiveness. Come to Christ and you will be reconciled. Come to Christ and you will be redeemed. Come to Christ and you will have hope, what people cannot give you. My dear people of God, I don't think again this is by accident that we are talking about this. Some of you today are going through situations like this, cross-like situation. Prayed, nothing is happening. I want you to know whether God answers your prayer as per your desire or his desire. Ultimately, it is about his glory. Ultimately, it's about he being magnified, glorified through our life situation, even if it is death. John 21 is a chapter that troubles me, where Jesus looks at Peter and say, "Oh, Peter, you know what is awaiting you? Martyrdom. In that way, in that kind of death, you will glorify me." Oh, glorifying God even through death. Yes, that's the call of Christ. Cross demands not admiration, imitation. Cross is not a tragedy. Cross is not ending suffering. It is teaching us how to suffer. Suffer with hope. Suffer with patience. Popular theology is cross-ended suffering. Now you live free. Nothing will happen to you. That is not matching with the scriptures. Cross is not ending suffering. It is teaching us suffer with hope, suffer with patience. When we suffer, the natural response is develop grudge, anger, bitterness. As it is said, suffering can either make you bitter or better, depending upon your relationship with Jesus. If our relationship with Jesus is such that Christ is our lover, Christ is our all in all, then suffering will make us better. Romans 8 talks about we being conformed to the image of Christ. Philippians talk about we being like Christ in his death. It's a very difficult lesson we are learning today, but let's come out of a superficial Christianity, a convenient discipleship, to a costly and real call of Christ, where this is a dangerous prayer. If we pray, Lord, make me like you, then we need a lot of God's grace to move on. In churches in Galatia, what happened is they have turned to another gospel. They left the cross. You ask them, do you believe in cross? Yes, yes, yes. Do you imitate cross? Please, I don't want that. I want a comfortable life. Then what do you have? We have seasons. We have days. We observe, and we have circumcision also. Paul confronts that by saying it's not about a mark that you carry on your body. It should be mark of Christ. Cross should define your spirituality. John Stott, a man again. I am saying some of these names so that if any of you are interested in reading, this is another person that you must look into, John R.W. Stott. John Stott talks about suffering, and this is a profound statement. It is in one of the youth camps that he attended. A person pointed at, hey, you believe in a good God? People suffer day left and right, and God has no sympathy heart towards these people who are suffering. How can you believe in a loving God now folding his arms and seeing all this suffering going on? He responded this way. In his writings also, he put this suffering, how to make sense of suffering. This is what he says. There is always an indefinable something about people who have suffered. Indefinable something. They have a fragrance which others lack.
What fragrance is that? They exhibit the meekness and gentleness of Christ. Have you seen a family who have gone through suffering and coming out arrogant and pride? I have not seen. Sufferings, it has an undefinable something that has a fragrance which others lack. You go near that person going through a broken marriage or having a special need child, you see a fragrance. That fragrance is that of gentleness and meekness of Christ. My dear people of God, that is when godly people have, written songs. Thank God for suffering. Kashta nashtameri vannal. It's very difficult for our generation to say that even. Godly people have said, sung, കഷ്ടനഷ്ടമേറി വന്നാൽ ഞാൻ ദൈവത്താൽ കൈവിടപ്പെട്ടു എന്നല്ല അടുത്ത വാക്ക്, ഭാഗ്യവാനായി തീരുന്നു ഞാൻ. Oh, state of being blessed when there is suffering. What theology is this? അടുത്ത വരികളിലുണ്ടത്. കഷ്ടമേറ്റ കർത്താവോട് ഞാൻ കൂട്ടാളിയായി തീരുന്നുവെന്ന്. I am not saying go out and say, give me suffering, give me suffering. No, that would be something like a sadist mentality. I am only saying, don't question suffering, because gospel is not ending suffering. Gospel is inviting us to have a different perspective on suffering. Suffering can come either in body or in relationship or by being a witness for Jesus in your workplace, directly connected suffering. Or if you decide, I want to serve the Lord full time, you go to a Bible college, you be a missionary, you would see. That time you would see the amount of suffering economically, hurling insults, all kinds of things. That's directly related to the walk by being a follower of Christ, a full-time ministry as such. But even otherwise, the normal life that we live in, sufferings can take form in various ways. That time, what is our hope? Our hope is, oh, why it's happening to me? That's not what we are called to respond. We are called to respond looking at suffering. I know, God, you have a plan. You have a purpose allowing this in my life. And that is to create a fragrance, a dependence that I have never experienced. I have one of my mentors who lost both of his parents when he was just 16. In Calcutta, he lost his father first, mother then, and with sister, just one sister, younger to him, he was left with the city of Calcutta. I heard him numerous times saying this. The first time ever the Lord's Prayer made sense was the day the funeral was done. Mother gone, father gone. He came back to his house, knelt beside the bed, looked at heaven. Our Father in heaven. The first time he said, I prayed it meaningfully. It's one thing to say, oh, my Father in heaven. But it's totally another thing. You lost your father in a very young age. Christian hope is not, you will not lose your father. Christian hope is, you have a father. Christian hope is not, you will not have sickness. God will heal. But if God chooses to allow a phase of suffering for a better cause, he will be with us. This is what Galatian believers were missing. Gospel is not about come, have a wonderful life. Paul is saying, I'm afraid that you're so quickly deserting the one who called you to live in the grace of God. You're turning to another gospel. And in 4:11, Paul says, I fear for you that somehow I have wasted my efforts. Let's not
waste the grace of God. Let's not diminish the power of cross in our lives. And eventually, there's one more thing I want to say. This convenient Christianity, there's one more danger there. Suffering will never make sense. Told you that. It will make us self-centered. Told you, discussed. There is one more thing that this convenient legalistic Christianity will produce. In Galatia, you see in chapter 5, verse 15 and 26. This very dangerous thing. 5:15 it says, if you bite and devour each other, watch out, or you will be destroyed by each other. They just came to Christ few months back, took water baptism, filled with the Holy Spirit, but somewhere, comparison. Convenient Christianity will lead to comparison. I am fasting more than you. Are you fasting full time or you're having dinner? Oh, I never take dinner. It's a competition, spirit of competition, because grace is gone. It's all about my effort now. Oh, I fast. I go every year, once in a year, I go. Have you ever gone for a mission field? No. Yeah, I'm really praying. Like, brother, you should also have a passion. It's all about looking down, judging, no sense of humility. Oh, God gave me the grace last time to go to Orissa. So thankful. I thought I could never make it. That's not the language coming. The way it is coming is I did more than others. I am on a higher pedestal. That's what is happening here in Galatia. The moment we are turning to another gospel, legalistic gospel, it will make us proud. It will, look at 26, 5:26. Let us not become conceited, provoking and envying each other. Why is Paul saying, I fear that I wasted my efforts on you? Because you take a club outside, you take any other organization outside, you would see this envy, competition, provoking each other. I am greater, I am senior, you came yesterday, these kind of competition. But in church, we should never have such kind of feelings towards each other. It's one body. If at all we did something, that was grace working in us. If at all we could go for a mission field, oh, that was grace. If at all we could sing, grace. We gave 50% of our income, nothing to boast about. Somebody missed our name, oh, nothing, no hurt feelings. Pastor, good that you missed my name. I never wanted my name to come. Oh, the response is different. That is because of the real gospel, real cross. Cross and Christ will make us humble. But the other gospel will make us proud. It will make us self-centered. It will make us boast about everything in this world. It will create bitterness when we go through suffering. Finally, it will have chaos in community on the basis of spirituality. That is what you should know. If at all we achieved a greater height, we are able to fast more, we are able to see some dreams, visions. All of this is grace operating in us. Nothing of our efforts. It's all grace, grace. Grace should make us more humble than here. It made them arrogant, boastful, proud. Last thing. The other gospel, you know what, where it would take us? You see a person fall. Fall where? Fall in sin. The other gospel will create a sense of pride. I am not like you. Away from me, 6 foot away. What would the real gospel do? Is it possible for somebody to fall? Chapter 6, verse 1. Brothers and sisters, if someone is caught in a sin, unbelievable. In a community of faith, somebody is caught in a sin.
possible. That vulnerable moment, that choice, somebody is caught. The literal translation, the Greek word means it's like a trap. He did not know he was getting into it. It just happened. And what do? You who live by the Spirit, spiritual people, when somebody is caught in a sin, spiritual people, what we should do? The other gospel will say, I'm not like you. Make a name for yourself. My children have never gone that way. And make a statement that I am not like that. But the real gospel, look at it. I'm not saying this. I haven't cooked this up. It's all there. We just have to read. Somebody's caught in a sin. You spiritual people should restore that person gently. Watch yourselves. Don't side with the sin. Don't belittle sin, because otherwise you will also fall into it. But your responsibility is to restore. The word picture there is like mending the nets. Sit there, work on it, restore. And the next word, is it an option to restore? If somebody among us is weak, fell into that trap, is it an option? Yeah, I don't feel that way. It's about feeling. Look at verse 2. Carry each other's burden. Burden from where? Burden because of that sin. Sin brought such a shame and burden on that family. They don't like to come to church now. They are afraid who will give shake hand, who will sit next to them. Carry each other's burden, meaning volunteer. I'll sit with that person because it is because of grace I am standing. Otherwise, I would have ended up like that. If that person is having remorse, repentance, coming back, he wants to turn his ways. He is not enjoying sin. He wants to get up and walk. Spiritual people will give them that strong shoulders. It is Martin Luther who prayed, Lord, give us strong shoulders so that we can carry the burden of others. When somebody come with this, Lord, I give my shoulders, Lord, give me strength. I want to pray with you, go with you, sit with you, making sure you are restored. Why is it important? In verse 2, the second part, in this way you fulfill the law of Christ. That is what Jesus did on the cross. Jesus was not suffering everything for himself. He was suffering for us. He was giving his shoulder for Joe. He was giving his shoulder for you so that your Lord can be there. Same thing is expected of us, people who are following Christ. Strong shoulders, giving it up. You are coming with a Lord, put it on me. Cross and Christ will make us humble. Cross and Christ will make us generous, not selfless. Cross and Christ will result in creating strong shoulders, whereby we become more like Christ. How I wish, as a family, as individual, you would spend more time this night, right after this message, and evaluate your life. Paul says, I fear that I wasted my labor, meaning Christianity is not, I took baptism, I come every Sunday, go. There is much more. It's about exemplifying Christ-likeness. It's about being an embodiment of his love, grace, where people see the attitude of Christ. People see the generosity that we see on the cross, the same kind of attitude working in us and through us. Would you bow your heads, close your eyes? Let's look to the Lord in prayer. May God give us a grace today to look at suffering from a divine perspective. Cross doesn't end suffering. It teaches us how to suffer, how to react. Heavenly Father, it's our prayer
as a church, as individuals, these words will not just remain in our head, it will sink down in our heart, transform our priorities, our desires, all our goals in the future, so that we will be committed to exemplify your character. Holy Spirit, you have come. As Jesus said, He will come, Comforter, guiding you into all truths. Lord, we want that presence, not just to clap our hands and shout hallelujah, but in the midst of suffering, Holy Spirit, would you fill our life with your presence? Say, I am with you, even through this. Make us more like you. That's our prayer. This fasting prayer and 2025, every day of this year. May we walk in the grace of Christ, experiencing the power of Christ, and be a witness for gospel grace in this generation. In Jesus' name, I ask this prayer. Amen.